നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ പഠിച്ചത് ബെസിയർ കർവ്സ് ആണ്. ബെസിയർ കർവ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. അതിൻ്റെ ബ്ലെൻഡിങ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം ക്യൂബിക് ബെസിയർ കർവ് എന്നൊരു എക്സാമ്പിൾ നമ്മൾ വർക്കൗട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസിയർ സർഫസ്. അപ്പോൾ എന്താണ് ബെസിയർ സർഫസ്? ബെസിയർ കർവുകളുടെ കളക്ഷനെയാണ് നമ്മൾ ബെസിയർ സർഫസ് എന്ന് വിളിക്കുന്നത്. എങ്ങനത്തെ കർവുകൾ? ഇതൊരു കർവ് അല്ലേ, ഇത് മറ്റൊരു കർവ്, അങ്ങനെ കുറേ കളക്ഷൻ ഓഫ് കർവ്സ് ഉണ്ടെന്ന് കരുതുക. ഇവരുടെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്ക് ഓഫ് കർവ്സിനെ എനിക്കെന്ത് വിളിക്കാം? ഒരു ബെസിയർ സർഫസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സർഫസ് എന്ന് പറയുന്നതും കുറേ കർവുകളുടെ കളക്ഷനാണ്. കുറേ ബെസിയർ കർവുകൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു ബെസിയർ സർഫസ് ആകുന്നത്. അപ്പോൾ ഈ ഓരോ കർവിനും സെറ്റ് ഓഫ് കൺട്രോൾ പോയിൻറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ എത്ര കർവുകളുണ്ടോ എല്ലാ കർവുകൾക്കും അതിൻ്റേതായ കൺട്രോൾ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ പോയിൻറ്റുകൾ എന്താണ് തീരുമാനിക്കുന്നത്? ആ കർവിൻ്റെ ഷേപ്പിനെ അല്ലെങ്കിൽ എവിടെ അത് ബെൻഡ് ചെയ്യണം, എത്ര ഫ്ലെക്സിബിൾ ആവണം എന്നിങ്ങനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ പോയിൻറ്റുകൾ ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എന്തെഴുതാം? ബെസിയർ സർഫസിൻ്റെ നമുക്ക് ബ്ലെൻഡിങ് ഫംഗ്ഷൻ എഴുതാം. നോക്കാം എങ്ങനെ എഴുതുന്നതെന്ന്. നമ്മൾ സാധാരണ ബ്ലെൻഡിങ് ഫംഗ്ഷൻ പഠിച്ചത് എങ്ങനെയാണ്? പി ഓഫ് യു ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 to n pk ഇൻറ്റു ബി ഇ ഇസഡ് kn ഓഫ് യു. ഇതാണ് നമ്മൾ പഠിച്ച ബ്ലെൻഡിങ് ഫംഗ്ഷൻ അല്ലേ. ഇത് ഒരു കർവിൻ്റേതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ബെസിയർ സർഫസിനെ കുറിച്ചാണ്. ബെസിയർ സർഫസിന് ഒന്നല്ല, ഒരുപാട് കർവുകളുണ്ട്. എന്താണ് ഈ കർവുകളുടെ പ്രത്യേകത? നോക്കിക്കേ, കുറേ കർവുകൾ കോളം വൈസാണ്, മറ്റ് ചില കർവുകൾ റോ വൈസാണ്. അപ്പം കോളം വൈസായിട്ട് നോക്കുമ്പോൾ എത്ര കൺട്രോൾ പോയിൻറ്റുകളുണ്ടോ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ബ്ലെൻഡിങ് ഫംഗ്ഷൻ, പ്ലസ് റോ വൈസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എത്ര കൺട്രോൾ പോയിൻറ്റുകളുണ്ടോ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ബ്ലെൻഡിങ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം എഴുതേണ്ടി വരും. ഒന്ന് റോ വൈസ് ഉള്ള കർവുകളെ റെപ്രസെൻ്റ് ചെയ്യാനും ഒന്ന് കോളം വൈസ് ഉള്ള കർവുകളെ റെപ്രസെൻ്റ് ചെയ്യാനും. അപ്പം നമ്മൾ രണ്ടെണ്ണം എഴുതണം. അതുകൊണ്ട് പി ഓഫ് യു എന്നതിന് പകരം പി ഓഫ് യു വി എന്നെഴുതേണ്ടി വരും. ഒന്ന് റോയ്ക്കുള്ള വെക്റ്ററും ഒന്ന് കോളത്തിനുള്ള വെക്റ്ററുമാണ്. ഓക്കെ, ഇനി സിഗ്മ k ഈക്വൽ ടു 0 to n എന്നെഴുതുന്നതിന് പകരം നമ്മളിവിടെ എന്തെഴുതും? 2 തവണ എഴുതും. എന്ത്? സിഗ്മ j ഈക്വൽ ടു 0 to m, അതായത് മൊത്തം m റോസ് ഉണ്ട് എന്ന്. m റോസ് അല്ല, m+1 റോസ് ഉണ്ട് എന്നർത്ഥം. 0 മുതൽ m വരെയാണ് റോ നമ്പേഴ്സ്. മൊത്തം m+1 റോ നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റോയിലെ റോ നമ്പേഴ്സ് എന്നല്ല, റോയിലെ കൺട്രോൾ പോയിൻറ്റുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സിഗ്മ എന്ന് പറയുന്നത് റോയ്ക്ക് കറസ്പോണ്ടിങ്ങും സെക്കൻഡ് സിഗ്മ എന്ന് പറയുന്നത് കോളത്തിന് കറസ്പോണ്ടിങ്ങുമാണ്. അപ്പോൾ ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ റോയുടെ കറസ്പോണ്ടിങ്ങും രണ്ടാമത്തെ സിഗ്മ കോളം കറസ്പോണ്ടിങ്ങുമാണ്. അപ്പം 0 to m എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ എത്ര കൺട്രോൾ പോയിൻറ്റുകൾ ഉണ്ടാവണം? 0 മുതൽ m വരെയുള്ള കൺട്രോൾ പോയിൻറ്റുകൾ, അതായത് m+1 കൺട്രോൾ പോയിൻറ്റ്സ് ഇൻ ഈച്ച് റോ. അതേപോലെ രണ്ടാമത്തെ സിഗ്മ k ഈക്വൽ ടു 0 to n എന്ന് പറയുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൊത്തം എന്താ പറയുക, ഓരോ കോളത്തിലും 0 മുതൽ n വരെ കൺട്രോൾ പോയിൻറ്റുകൾ ഉണ്ടാവണം. അതായത് n+1 കൺട്രോൾ പോയിൻറ്റ്സ്. മൊത്തത്തിൽ റോയിൽ m+1 കൺട്രോൾ പോയിൻറ്റുകളും കോളത്തിൽ n+1 കൺട്രോൾ പോയിൻറ്റുകളുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇവിടെ നോക്കുക. നോർമൽ കർവ് എഴുതുമ്പോൾ നമ്മൾ പി കെ എന്നാണ് എഴുതുന്നത്. അതായത് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കർവിലെ ഒരു പോയിൻ്റ്. ഇപ്പോൾ ഇങ്ങനൊരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിലെ ഒരു പോയിൻറ്റിനെയാണ് പി കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സർഫസ് എഴുതുമ്പോൾ പി ജെ കെ എന്നാണ് എഴുതുന്നത്. അതായത്
സർഫസിനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുമ്പോൾ ഏതൊരു പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്താലും, ഏത് പോയിൻ്റ് സെലക്ട് ചെയ്താലും ആ പോയിൻ്റ് ഒരു സ്പെസിഫിക് റോയിലെയും മെമ്പറാണ്, അതേസമയം ആ പോയിൻ്റ് ഒരു സ്പെസിഫിക് കോളത്തിലെയും മെമ്പറാണ്. അപ്പോൾ ഏത് റോയിലെ ഏത് കോളത്തിലെ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് സഫിക്സ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പി ഓഫ് യുവിന് പകരം പി ഓഫ് യു കോമ വി, അതായത് റോ വെക്ടറും കോളം വെക്ടറും. സിഗ്മ ജെ ഈക്വൽ ടു 0 to m, ഒരു റോയിൽ എത്ര കൺട്രോൾ പോയിൻറ്റ്സ്. സിഗ്മ കെ ഈക്വൽ ടു 0 to n, ഒരു കോളത്തിൽ എത്ര കൺട്രോൾ പോയിൻറ്റ്സ്. പി ജെ കെ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് ഏത് റോയിലും ഏത് കോളത്തിലും ബിലോങ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ബി ഇ ഇസഡ് കെ എൻ ഓഫ് യു, ഇതായിരുന്നു നമ്മുടെ ബ്ലെൻഡിങ് ഫംഗ്ഷൻ, ബി ഇ ഇസഡ് കെ എൻ ഓഫ് യു. ഓക്കെ, അതിന് പകരം നമ്മൾ എഴുതും ഇവിടെ രണ്ടെണ്ണം. ഏതൊക്കെ നോക്കിക്കേട്ടെ. ഒന്ന് ബി ഇ ഇസഡ് ജെ എം ഓഫ് യു, ഇത് ഒരു ബ്ലെൻഡിങ് ഫംഗ്ഷനാണ്. ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? റോ വൈസ് ഉള്ള കർവിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു ബ്ലെൻഡിങ് ഫംഗ്ഷൻ. അതേപോലെ മറ്റൊരു ബ്ലെൻഡിങ് ഫംഗ്ഷൻ കൂടി എഴുതുന്നു, ബി ഇ ഇസഡ് കെ എൻ ഓഫ് യു, ഇത് കോളം വൈസ് ഉള്ള കർവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്ലെൻഡിങ് ഫംഗ്ഷൻ. അപ്പം ഇത്രയും എഴുതിയെങ്കിലേ എന്താവത്തുള്ളൂ, ഒരു ഫുൾ സർഫസിൻ്റെ ബ്ലെൻഡിങ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? ഇനി ഇത്രയാണ് നമ്മുടെ ബെസിയർ കർവും അതിൻ്റെ ഒരു എക്സാമ്പിളും പിന്നെ